കുറെ നേരം ഇത് സഹിക്കും. വേണ്ട, ഏയ്, എന്താ മറ്റുള്ളവരെ നിങ്ങൾ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? അതിന് ഞങ്ങളെന്ത് ചെയ്യണം? താരാട്ട് പാടി തരണോ? ഏയ്, ഞാൻ പറയാം. ഇതൊക്കെ നിർത്തി നിങ്ങളൊന്ന് ഉറങ്ങിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നന്നായിരിക്കുന്ന ആർക്കാ? നിങ്ങൾക്കാ? ഞങ്ങൾ ഉറക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഏയ്, എന്താണ് അനാവശ്യം പറയുന്നേ? പെണ്ണുങ്ങളോട് പരാക്രമം പാടില്ല. അതല്ല. പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അണ്ണാ, അവൻ പറയുന്ന കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നണ്ണ, അവളൊരു പെണ്ണല്ലേ, നമുക്ക് ഇങ്ങോട്ടിരിക്കാം, വാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അണ്ണാ. ഗുഡ് നൈറ്റ് അണ്ണാ. ശരി അണ്ണാ. സ്വീറ്റ് ഡ്രീംസ്. ടേക്ക് കെയർ. അവര് സൈലന്റ് ആയി പോയല്ലോ. എന്താ ചെയ്തേ? ഞാൻ ആരാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത. ഓഹോ, കേണൽ രാജരാജവർമ്മയുടെ ആശ്രിതനാണെന്ന് പറഞ്ഞോ? അതെ അതെ. അമ്മോ, അവള് ഞങ്ങളുടെ സ്കൂൾ ടീച്ചറിന്റെ മോളാ. കളക്ടറോട് തർക്കിച്ച അവൾ ഈ നാട്ടുകാർക്ക് ഒരു റോഡ് സംഘടിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ നാട്ടിലെ പിള്ളേര് പട്ടണത്തിൽ പോയി പഠിക്കാൻ സൗകര്യമില്ലാതെ ഇവിടെ തന്നെ പഠിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ ഒരു നല്ല വാട്ടർ ടാങ്കോ ഹോസ്പിറ്റലോ ഇല്ലാതെ പോയി. എന്തുകൊണ്ട്? മണ്ണ് ലോറി, സിമന്റ് ലോറി ഇവ വരാനുള്ള നല്ലൊരു റോഡ് പോലും ഇവിടെ ഇല്ല. എന്റെ അടുത്ത് ക്വാർട്ടറേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഹാഫിന് പൈസ ഇല്ലാത്തോണ്ട്. അത്രേ ഉള്ളൂ. എടാ അപ്പുണ്ണി, അമ്മൂമ്മോനെ ഡിസ്റ്റർബ് ചെയ്താ നിന്റെ ആധാർ കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്തോളേ. ഓർമ്മ വെച്ചോ. അവളാണ് ഈ പ്രശ്നങ്ങളൊക്കെ നോക്കി കണ്ട് പരിഹരിക്കുന്നത്. അങ്ങനെയില്ലെങ്കിൽ അവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവരുടെ ഫാമിലി തടയില്ലേ? അവരെന്ത് തടയാനാ? നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇവള് ചെയ്യാറുള്ളൂ. നീ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യങ്ങളും നോക്കി നടന്നു. മറ്റുള്ളവരുടെ കാര്യം മാത്രമല്ല, സ്വന്തം കാര്യം കൂടി നോക്കാൻ പഠിക്കണം. ഈ അമ്മു അത്ര ഒരു പെണ്ണല്ല. എന്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയിട്ടുമില്ല, അല്ലേ അച്ഛാ? അതെ മോളെ. നന്നായി. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിഞ്ഞില്ല എന്നും പറഞ്ഞ ആളുകൾ കളിയാക്കുക. മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നത് ഐ ഡോണ്ട് കെയർ. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നവളാ. എന്താ ഇത്? ഭ്രാന്താണോ നിങ്ങൾക്ക്? അവൻ നമ്മളെന്തിനാ കൈ കാണിക്കുന്നേ? ഞാൻ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ എന്നെ തല്ലി ഓടിക്കുമെന്നും ഇംഗ്ലീഷ് പഠിപ്പിക്കില്ല എന്നൊക്കെ അവരെന്നോട് പറഞ്ഞത്. വേറെ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജോഗിങ് എന്നെ ചെയ്യൂന്ന് പറഞ്ഞു. അയ്യോ, അത് ജോഗിംഗ് അല്ല രാമു, റാഗിംഗ്. വാ പറഞ്ഞു. മനുഷ്യരാണോ നിങ്ങള്? ഇവൻ എന്നെ ഒന്ന് തൊട്ടെന്ന് വെച്ച് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന കാണാൻ നിക്ക. എന്നാ ഇപ്പൊ കണ്ടോ? മതിയോ? മതിയായില്ല. ഞങ്ങൾക്ക് മതിയായി. ഇനി അവന്റെ കാര്യം എങ്ങനെയാണോ? അമ്മു, ഇത് സൂക്ഷിച്ചോ. രാമു, ഇന്ന് മുതൽ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. വീട്ടിലേക്ക് വാ. ശരി. അമ്മൂസേ, എലിഫന്റ് സ്പെല്ലിംഗ് എന്താ? നോട്ട് ബാഡ് രാമു. ഒരു തവണ പറഞ്ഞാൽ തന്നെ ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ. യു ആർ മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ്. ഐ ലവ് യു. വാട്ട്? അങ്ങനെ പറഞ്ഞ എന്താ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതൊന്നുകൂടെ പറഞ്ഞേ. അതെ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന അർത്ഥം. എല്ലാവരും ഐ ലവ് യു പറയുന്നു. ഒരു മര്യാദ വേണ്ടേ? 10ാം ക്ലാസ് എത്തിയാ പ്രേമിക്കാൻ തുടങ്ങണോ? പരസ്പരം കണ്ടാ മതി, ഉടനെ തുടങ്ങിക്കോളും. എന്താ പറ്റിയേ? എന്റെ മോള് MA ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി വന്നിരിക്കുക. ഇവനാണ് സ്കൂളിൽ പോകാതെ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്തും വെച്ചോണ്ടിരിക്കുക. ഇവൾക്ക് അവനോട് പ്രേമമാണത്രേ. ഇവൾക്ക് നീ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടുവന്നാ.
ഭർത്താവ് ഉദ്യോഗം നോക്കണം, ഭാര്യ പാചകം ചെയ്യണം എന്നുള്ള റൂളൊന്നുമില്ല. രണ്ടുപേര് വിവാഹം കഴിക്കാൻ അവരുടെ മനസ്സുകൾ മാത്രം ഒന്നിച്ചാ മതി. കുലം, ജാതി, പഠിപ്പ് ഇതൊന്നും ആവശ്യമില്ല. ഐ ലവ് യു. ലവ് യു അമ്മ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് നല്ല ട്വിസ്റ്റ് ആണല്ലോ മാസ്റ്ററെ. ആദ്യം സ്വന്തം പ്രശ്നം പരിഹരിക്ക്. അത് തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളെല്ലാം തയ്യാറാ. എന്തൊരു അസംബന്ധമായി പറയണേ. ആ പയ്യനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പകരം അമ്മു അവനെ പ്രേമം പഠിപ്പിക്കുന്നോ? ഇതിൽ രാമുവിന്റെ തെറ്റൊന്നുമില്ല. അവന് സ്വാതന്ത്ര്യം കൊടുത്ത ഞാനാ. എന്നെ അവന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്താ മോളെ ഇത്? അതെ അച്ഛാ, രാമുവിനെ എനിക്കും ഇഷ്ടാ. അവൻ എന്റെ മനസ്സറിയും വരെ മൗനമായി പ്രേമിക്കായിരുന്നു. വെളിയിൽ കാട്ടിയിട്ടില്ല. ഇതുവരെ എന്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അത് പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരാണിനെ ഇക്കാലത്ത് വേറെ എവിടെ കിട്ടാനാച്ചാ? എനിക്ക് സന്തോഷമായി മോനെ. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ വാ, നമുക്കിനി നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. മോനെ, കല്യാണം അടിപൊളിയാക്കണം. അപ്പൊ നേരത്തെ നിനക്ക് അവനെ ഇഷ്ടായിരുന്നല്ലേ? രാമു, എന്താ അമ്മ? ഒന്നുമില്ല. നീ ഉണ്ടായിരുന്നപ്പോ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നീ പോവാന്ന് പറഞ്ഞപ്പോ എന്താ അമ്മ ഇത്? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞാലോ? ആ കണ്ണുടക്കി. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ഒന്ന് ചിരിച്ച് യാത്രയാക്കടാ. ഒന്ന് ചിരിക്കടാ. നാടിനാകെ തണുപ്പാ. എനിക്കാണെങ്കി നല്ല ചൂടാ. അതിനല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? നിനക്കിനി സീനില്ല. നിന്റെ സീൻ ഫ്ലൈറ്റോടെ കഴിഞ്ഞേ. എനിക്കിവിടെ നാട്ടുകോഴികളുണ്ട്. ഡേയ്, ഇവിടെ ഡൽഹിക്ക് പാഴ്സൽ ചെയ്തേക്കടാ. കൺഗ്രാചുലേഷൻ ഓണർ സാറേ. വെൽക്കം അണ്ണ, വെൽക്കം. കൺഗ്രാചുലേഷൻ ഓണർ മിക്കി സ്റ്റീൽ. വൈദേഹി സ്റ്റീൽ അണ്ണ. വൈദേഹി എന്ന് പറഞ്ഞല്ലോ, അവള് ഭൂമി പൂജയ്ക്ക് ഇവിടെ വരില്ലേ? ഇല്ല അണ്ണ, അവള് മരിച്ചുപോയി ഈ അടുത്ത കാലത്ത്. ഓ, അതൊരു നഷ്ടം. എന്താ പേര്? മുല്ലപ്പള്ളി വികാസ്. വിക്കി എന്ന് പറയും. വിക്കി നാമധേയം. വിക്കി. ആരാ നിങ്ങള്? എന്താ ഈ ന്യൂസൻസ്? 25 വർഷമായി ഇവിടെ ജീവിക്കുന്ന കർഷകരുടേതാണ് ഈ ഭൂമി. മര്യാദയ്ക്ക് പൂജ നിർത്തി തിരിച്ചു പോ. ഈ ലാൻഡിന്റെ അഗ്രിമെന്റ് കഴിഞ്ഞതാ. വന്ന വഴിക്ക് തിരിച്ചു പോ. എഗ്രിമെന്റ് മാത്രമേ ആയിട്ടുള്ളൂ, രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന കള്ളം. അത് പറയാൻ നീ ആരാടാ? ഞാൻ ലാൻഡ് ഓണർ രാജരാജവർമ്മയുടെ പേരക്കുട്ടി. എന്താടാ ഇവിടെ ഒരു പഞ്ചായത്ത്? പച്ചക്കരിമ്പിന്റെ തൊണ്ടാണല്ലേ ചിന്ന. മിന്നൽ ആകാശത്തല്ലടാ, ആ പെണ്ണിന്റെ ഉള്ളിലാ. ഇറ്റ് ഈസ് റൈനിങ്. വാട്ട് എ ടൈമിങ്.
എന്താ മോളെ എന്തു പറ്റി? ഈ ഭൂമിയിൽ ഇവർക്ക് മാത്രമാണ് അവകാശമുള്ളത്. ഓണറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവർക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ. അതിനിടയ്ക്ക് നിങ്ങൾ ഇവിടെ വന്ന് ഭൂമി പൂജ ചെയ്യാൻ തുടങ്ങിയ ഇവരുടെ അവകാശത്തിലുള്ള കടന്നുകയറ്റല്ലത്. ഈ ഭൂമി ആരുടെ? ആദ്യം നമുക്ക് പൂജ കഴിക്കാം. ആദ്യം ജനങ്ങള്, അത് കഴിഞ്ഞ് മതി ഭൂമി പൂജ. ഇന്നാണ് രജിസ്ട്രേഷൻ അണ്ണാ. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനല്ലേ പൂജ നമ്മൾ നേരത്തെ തന്നെ ആക്കിയത്. ഇവിടുത്തെ കർഷകർക്ക് ഫാക്ടറി കെട്ടുന്നതിൽ താല്പര്യമില്ല സർ. ആക്ച്വലി ഭൂമി പൂജ നിർത്തണമല്ലേ? അതുപോലെ വിക്കി, ഭൂമി പൂജ നിർത്തിയേക്ക്. എന്താണത്? ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ആരും ആരെയും മറക്കില്ല. മറക്കരുത്. ഐ മീൻ എൻ്റെ അച്ഛൻ വോട്ട് ചെയ്യാൻ. ഈ മഴയിൽ പോലും എനിക്ക് വിയർപ്പ് പൊങ്ങുന്നു. അതെ, നിന്റെ കണ്ണിലെ നിശ്ചയദാർഢ്യം എനിക്കിഷ്ടപ്പെട്ടു. നിന്റെ നെഞ്ചിലെ തൻ്റെ ഇടം അതിലും ഇഷ്ടമായി. കർഷകർക്കായുള്ള നിന്റെ നിലപാട് എനിക്ക് പിടിച്ചു. നീ എന്നെ വല്ലാതെ വശീകരിച്ചു. ഞാൻ നിന്റെ ഫാനായി പോയി. ശരി, വരട്ടെ. അമ്മ മോളെ, വയറ് നിറഞ്ഞടി.